സോ എന്താണ് പേഴ്സണൽ ഇവൻറ്റ്സ്? പേരിൽ തന്നെ എവിഡൻ്റ് ആണ്. പേഴ്സണലി നടത്തുന്ന ഇവൻറ്റ്സ് ആണ് പേഴ്സണൽ ഇവൻറ്റ്സ്. അതായത് നമ്മൾ പേഴ്സണലി ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിക്കാർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഇവൻറ്റ്സ് ആയിരിക്കും മെജോറിറ്റി. ബേസിക്കലി ഒരു നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു നോൺ പബ്ലിക്കലി ഡയറക്റ്റ്ലി അങ്ങനെ ലിങ്ക്ഡ് അല്ലാത്ത ഇവൻറ്റ്സിനൊക്കെ പേഴ്സണൽ ഇവൻറ്റ്സ് എന്നൊരു കാറ്റഗറിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വെഡ്ഡിങ്സ് ഉണ്ടാവും, ആനിവേഴ്സറീസ് ഉണ്ടാവും, ഹൗസ് വാമിംഗ് ഉണ്ടാവും, പിന്നെ ബേബി ഷവർ ഉണ്ടാവും, പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദർ, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ, ഇതുപോലത്തെ കുറേ ന്യൂമറസ് ഇവൻറ്റ്സ് ഉണ്ട്. ഈ ഇവൻറ്റ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. അതായത് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കുറച്ചുകൂടി ഇമോഷണൽ ഫാക്ടേഴ്സിന് മുൻഗണന ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് കുറച്ച് പ്ലാൻഡ് ഇവൻറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ വെഡ്ഡിങ്സ് പോലത്തെ ഇവൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ നോൺ പ്രൊഫഷണൽ ആൾക്കാരായിരിക്കും ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി. അതായത് ഇപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഇവൻറ്റ്സ് മോസ്റ്റ്ലി ഇൻവൈറ്റ് ഉള്ള ഇവൻറ്റ്സ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ മൊമെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമായിരിക്കും, മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാന്നൊക്കെ പറയാം. പിന്നെ ഇങ്ങനത്തെ ഇവൻറ്റ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മേജർ അതർ പാർട്ടീസ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻറ്റ് പ്ലാനേഴ്സ് ഉണ്ടാകും, ഇവൻറ്റ് കാറ്ററേഴ്സ് ഉണ്ടാകും, വെന്യൂ മാനേജേഴ്സ് ഉണ്ടാകും, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാകും, വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടാകും, പിന്നെ DJs ഉണ്ടാകും, ചിലപ്പോൾ മ്യൂസിക്കൽ ഷോസ്, മാജിക്കൽ ഷോസ്, ഇതുപോലത്തെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഷോസിന് സ്കോപ്പ് ഉണ്ട്. പിന്നെ ഗെയിംസ് അങ്ങനത്തെ സാധനങ്ങൾ ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ പല ആൾക്കാരും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരാവുന്നതാണ്.